ഇന്ത്യൻ ഫുട്ബോളിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ് എടുക്കാൻ ആളില്ല എന്ന് പറഞ്ഞ് കരയുന്ന കാലമൊക്കെ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കാര്യം തന്നെ ഒരു അനിശ്ചിതാവസ്ഥയിൽ നിന്നുകൊണ്ടായിരുന്നു സൂപ്പർ ലീഗ് ഏറ്റെടുക്കാൻ ആരും വരാതിരുന്നത് എന്ന് വേണം നിലവിലെ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇപ്പം ടീമുകളെല്ലാവരും അവരുടെ വിദേശ സൈനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. ജാനുവരി ട്രാൻസ്ഫർ വിൻഡോ അവസാനിച്ചു. എല്ലാ ടീമുകളിലും വിദേശ താരങ്ങളെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്ന് ഫുൾ ജാം പാക്ഡായി നിൽക്കുന്ന സാഹചര്യത്തിൽ അത്യാവശ്യം കാഴ്ചക്കാരെ ഈ ഒരു സൂപ്പർ ലീഗിനെ ആകർഷിക്കാൻ കഴിയുമെന്ന് ഉറപ്പായതോടുകൂടി പോസിബിൾ ബിൽഡേഴ്സ് ഒക്കെ ഇന്ത്യൻ ഫുട്ബോളിന്റെ ടെലികാസ്റ്റിംഗ് റൈറ്റ്, അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ് ഏറ്റെടുക്കാൻ വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും 4 ബിൽഡേഴ്സാണ് വന്നിട്ടുള്ളത്. അത് നമ്മുടെ സ്ഥിരം കുറ്റികൾ തന്നെയാണ്. ഒന്ന് ജിയോ ഹോട്ട്സ്റ്റാർ ആണ് വന്നിരിക്കുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിൽ എന്തായിരിക്കും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ് അവർ സ്വന്തമാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൂടാതെ ഫാൻ കോഡും ഈ ഒരു സ്ട്രീമിംഗ് റൈറ്റിന് വേണ്ടി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ABP ന്യൂസ് ആണ്. ABP ന്യൂസ് എന്ന് പറഞ്ഞാൽ ആനന്ദ് ബസാർ പത്രികയുടെ ന്യൂസ് ചാനലാണ് ABP ന്യൂസ്. അവരും ഈ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ് ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരും ബിഡ് ചെയ്യാൻ തയ്യാറാണ്. അതുകൂടാതെ UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 2 സർക്കിൾസ് എന്ന് പറയുന്ന ഒരു പുതിയ കൺസൾട്ടൻസി കൂടി ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ് ഏറ്റെടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പം കാഴ്ചക്കാരില്ലാത്തത് കൊണ്ട് ആരും ഏറ്റെടുക്കാനില്ലാതെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റിന്റെ സെയിൽ പോലും അവതാളത്തിൽ കടന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിനെ ഏറ്റെടുക്കാൻ 4 പ്രമുഖ കമ്പനികൾ വന്നതോട് കൂടിയിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കാര്യത്തിൽ വീണ്ടും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് ഉറപ്പായിട്ടുണ്ട്.